നേരിട്ട് കണ്ടിട്ടില്ലാത്ത മനുഷ്യർ, ഇതുവരെ പരിചയപ്പെടാത്ത മനുഷ്യർ ഒരു മനുഷ്യനെ ഓർത്ത് കണ്ണീർ പൊഴിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഓർത്ത് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ, ഒരായുഷ്കാലം കൊണ്ട് ആ മനുഷ്യൻ ജീവിച്ചു തീർത്ത ജീവിതം അത് എത്രത്തോളം മഹത്വരമായിരുന്നു എന്ന് തെളിയിക്കുകയാണ് VSന്റെ ജീവിതത്തിലൂടെ. സമയം 3:45 കഴിയുന്നു. വിലാപയാത്ര തുടങ്ങി 14 മണിക്കൂറിലേക്ക് അടുക്കുന്നു. രാത്രി ഇരുണ്ട സമയമാണ്. പക്ഷേ അതിനെപ്പോലും പകൽ വെളിച്ചമെന്ന കണക്കെ പതിനായിരക്കണക്കിന് മനുഷ്യർ പ്രിയപ്പെട്ട സഖാവിനെ അവസാനം നോക്ക് കാണാൻ, അന്തിമോഭിവാദ്യം അർപ്പിക്കാൻ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കൊല്ലത്ത് നിന്ന് കാണുന്നത്. ഏകദേശം 6 മണിയോടുകൂടിയൊക്കെ കൊല്ലത്തെത്തുമെന്ന് പറഞ്ഞ കണക്കാണ് തെറ്റിച്ച് 3:45 ആകുമ്പോഴും കൊല്ലത്തിന്റെ പാതി പോലും പിന്നിടാതെ പതിയെ മാത്രം യാത്ര ചെയ്യേണ്ടി വരുന്നത്. യാത്രയുടെ വേഗം കുറയുന്ന ഓരോ നിമിഷവും നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ കാണാനെത്തുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരെയാണ്. അവരുടെ അവസാനം നോക്ക് കാണുക എന്ന അവകാശത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ആ വാഹനം പതിയെ മാത്രം നീങ്ങുന്നത്. നേരത്തേക്ക് പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ നമ്മൾ പോകുന്ന ഓരോ വഴിത്താരകൾ, നമ്മൾക്ക് ആവശ്യമുള്ള ഒരുപാട് അവകാശങ്ങൾ, നിലനിൽപ്പിനും അസ്തിത്വത്തിനും വേണ്ടി നമ്മൾക്ക് വേണ്ട ഭൗതികമായ സാഹചര്യം ഒരുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, അവയ്ക്കെല്ലാം അത് നേടിത്തരാൻ ഊർജമാകിയ സമരവീര്യത്തിന്റെ ഊർജം കൂടിയായിരുന്നു VS. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് കണ്ടുപരിചയം പോലുമില്ലാത്ത ഈ മനുഷ്യന് അവസാനം നോക്ക് കാണാൻ ഇങ്ങനെ പതിനായിരക്കണക്കിന് മനുഷ്യർ ഈ രാത്രി വൈകിയും ഓരോ പോയിന്റുകളിൽ എത്തിച്ചേരുന്നത്. ഇനി അദ്ദേഹത്തിന്റെ നാട്ടിലേക്കാണ്, ആലപ്പുഴയിലേക്കാണ്. VS എന്ന സമരാജ്ഞിയെ നട്ടുനനച്ച് വളർത്തിയ മണ്ണാണ്. ആ മണ്ണിൽ നിന്ന് കേരളക്കരയിലേക്ക് പടർന്ന് പന്തലിച്ച ആ സമരവൃക്ഷം ചലനമെത്തിപ്പോൾ കൊല്ലത്തിന്റെ വഴിത്താരകളിലൂടെ നീങ്ങുകയാണ്. ആ പ്രിയപ്പെട്ടവനെ, ആ അത്ഭുതത്തെ, ആ ഇതിഹാസത്തെ, ആ പ്രതിഭാസത്തെ അവസാനം നോക്ക് കാണാൻ അണികളൊന്നോ പ്രവർത്തകരോ ഒന്നോ പറയാൻ പറ്റില്ല. ഇവരെ VSന്റെ പട്ടാളമാണ്. വരും തലമുറകളിലേക്കടക്കം ഒഴുകിയെത്തുന്ന അവകാശ ബോധ്യത്തിന്റെ ബോധ്യപ്പെടുത്തലുകൾ സമൂഹത്തിന് പകർന്നു നൽകിയ വിപ്ലവാജ്ഞയെ അവസാനം നോക്ക് കാണാൻ പ്രിയപ്പെട്ടവർ ഒഴുകിയെത്തുന്നു. ചിന്നക്കടയിലാണ് ഇപ്പോൾ വിലാപയാത്ര കടന്നു പോകുന്നത്. കൊല്ലത്തിന്റെ പാതി പോലും ഈ 14 മണിക്കൂറിലും താണ്ടിയിട്ടില്ല. ആ ഇരുട്ടിനെ പകലാക്കിക്കൊണ്ട് ആ വിപ്ലവ സൂര്യൻ ആ ജനക്കൂട്ടങ്ങൾക്കിടയിൽ അവരിൽ അലിഞ്ഞങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മരിച്ചു വീണ ഗ്രാമങ്ങളെ, നിങ്ങൾ തൻ രക്തവർണ്ണാർന്ന പൂവൽ, നിങ്ങൾ മരിച്ചു വീണ ഗ്രാമങ്ങളെ, നിങ്ങൾ തൻ രക്തവർണ്ണാർന്ന പൂവുകൾ, ഇന്നും തോരണങ്ങൾ തൂക്കിടുന്നോരാ, ഇന്നും തോരണങ്ങൾ തൂക്കിടുന്നോരാ, ആരാമങ്ങളെ 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 ആരാമങ്ങളെ, റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട്.
വി എസിന്റെ ഉറക്കത്തിന് കാവലെന്ന പോലെ കൊല്ലം നഗരം അങ്ങനെ ഉണർന്നിരിക്കുകയാണ്. ആ നഗരമാകെ നിറയുന്നു മനുഷ്യർ, വി എസിനോടുള്ള സ്നേഹത്താൽ, ആ വികാരവായ്പാൽ, ആ ആവേശത്താൽ അവർ ഏറ്റുവിളിക്കുകയാണ്. കണ്ണേ കരളെ വി എസ് എ, ഞങ്ങളുടെ ചക്കിലെ റോസാപ്പൂവേ, ആര് പറഞ്ഞു മരിച്ചെന്ന് ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് ഉറക്കെ ഉറക്കെ ഒരു സത്യവാക്കെന്ന പോലെ, ഒരു വാക്കു നൽകൽ എന്ന പോലെ കടന്നു വരുന്ന മനുഷ്യരെല്ലാവരും, വി എസിനെ കണ്ടുമടങ്ങുന്നവരെല്ലാവരും മനസ്സിൽ ഉറപ്പിച്ച് വി എസ് ഉയർത്തിയ നിലപാട്, വി എസ് ഉയർത്തിയ ആശയം, അത് മുന്നിലേക്ക്, നാളേക്ക്, ഉയരത്തിലേക്ക് എന്നുറപ്പിക്കുന്ന കാഴ്ച, വാക്കുകൊടുക്കൽ പോലെ ആ മുദ്രാവാക്യങ്ങൾ അങ്ങനെ മുഴങ്ങി മുഴങ്ങി കേൾക്കുകയാണ്. കേരളത്തിൻ്റെ സമര യൗവനമാണ് വിടവാങ്ങിയത്. 100 തികഞ്ഞ സമര യൗവനമായിരുന്നു അത്. എല്ലാ സമരവേദികളിലേക്കും ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ലാത്ത, ഏത് സമരവേദിയിലേക്കും കടന്നു വരാൻ അനുമതികൾ ആവശ്യമില്ലാതിരുന്ന കേരളത്തിൻ്റെ സമര യൗവനമാണ് വിടവാങ്ങുന്നത്. വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ, ജനകീയ നേതാവിൻ്റെ സമരചരിത്രത്തിലെ ഏറ്റവും ശോഭനമായ ഏടുകൾ കടന്നുപോയ, അല്ലെങ്കിൽ അതിൻ്റെ അടയാളപ്പെടുത്തലുകൾ ബാക്കിയുള്ള കൊല്ലത്തിലൂടെയാണ് കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ടവർ, വി എസിൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ ഏറ്റവും ഒടുവിൽ അഭിവാദ്യം നൽകുകയാണ്. ചിന്നക്കടയിൽ എത്തിയിട്ടേയുള്ളൂ ഈ വിലാപയാത്ര. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ആൾക്കൂട്ടം അങ്ങനെ ഒഴുകിയെത്തുമ്പോൾ സമയമേറെ വൈകുന്നത് അറിയുന്നില്ല. നേതൃത്വം ഉൾപ്പെടെ മുമ്പും പറഞ്ഞത്, കത്ത് നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും അവസരമുണ്ടാകും, വി എസിനെ കാണാനെത്തുന്നവർ നിരാശരാകേണ്ടി വരില്ല. വേഗം കൂട്ടാതെ ആ മനുഷ്യർക്കെല്ലാം അവരുടെ കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു പിടി പുഷ്പങ്ങളാവാം, ഒരു റോസാപ്പൂവാവാം, അവർക്കത് അർപ്പിക്കാൻ, അവർക്ക് മുഷ്ടി ചുരുട്ടി ഒരു മുദ്രാവാക്യം വിളിച്ച് തങ്ങളുടെ സ്നേഹം വി എസിനെ അറിയിക്കാൻ, വി എസിൻ്റെ പ്രസ്ഥാനത്തെ അറിയിക്കാനുള്ള അവസരമായി ഏറ്റവും ഒടുവിൽ ഈ വൈകിയ മണിക്കൂറുകളിലും ഉറങ്ങാതെ കാത്തിരുന്ന മനുഷ്യരാണ് ഇവരിൽ പലരും. മണിക്കൂറുകൾ, തൻ്റെ 14 മണിക്കൂറിലേക്ക് കടക്കുന്ന ഈ വേളയിൽ പോലും അണമുറിയാത്ത പ്രവാഹമായി വി എസിനൊപ്പം നടക്കുന്ന, അല്ലെങ്കിൽ ഓടുന്ന, ചലിക്കുന്ന ഒരു ജനസഞ്ചയമാണ് അത്. വേദിക്കകത്ത് വീട്ടിലേക്കാണ് വി എസിൻ്റെ ചെറുപ്പകാലം ചെലവഴിച്ച, വി എസിൻ്റെ ബാല്യകാലം ചെലവഴിച്ച ആ വീട്ടിലേക്ക് കേരളമാകെ നടന്ന് ഒപ്പം നടക്കുകയാണ്. കാവനാട് നിന്ന് അരുൺരാജ് ഉണ്ട്. അരുൺരാജ്, ഈ വിലാപയാത്ര ചിന്നക്കടയിൽ ഏതാണ്ട് അങ്ങനെ നിലച്ചു നിൽക്കുന്നത് പോലെയാണ്. അത്ര വലിയ ജനസഞ്ചയം ചിന്നക്കടയിലുണ്ട്. ആ മുദ്രാവാക്യങ്ങൾ ഏതാണ്ട് ആ വാഹനത്തിന്റെ ചലനത്തെ തടുത്തു നിർത്തുന്ന കണക്കാണ് ഉയരുന്നത്. തീർച്ചയായും ഗോകുൽ, ഈ ജനസാഗരത്തെ വകഞ്ഞു മാറ്റി വി എസിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. വി എസ് എത്തുന്നിടത്തെല്ലാം, അത് നേരത്തെയായാലും ഇപ്പോഴായാലും ജനം ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ആ ജനസാഗരത്തെ കണ്ടില്ലെന്നടിക്കാൻ വി എസ് അന്നും കഴിഞ്ഞിട്ടില്ല. ജീവനത്തെ ശരീരമായി ഓരോ വഴിത്താരകളിലൂടെ കടന്നു വരുമ്പോഴും വി എസിന് അതിന് കഴിയാതെ പോകുന്നു. തൻ്റെ പ്രിയപ്പെട്ടവരെ, തന്നോട് ചേർത്ത് നിർത്തിയവരെ, തന്നെ നേതാവാക്കിയവരെ, തനിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരെ അങ്ങനെ കണ്ട് വി എസ് അങ്ങനെ മടങ്ങുകയാണ്. ആ വി എസിന് വേണ്ടിയുള്ള അന്ത്യയാത്രയിൽ ആ യാത്ര കൂടുതൽ മനോഹരമാക്കുകയാണ്. കൂടുതൽ ആ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ അനുസ്യൂതം വരുന്ന ജനങ്ങൾ, ഒരു ജനസാഗരം പോലെ ആ വലിയ കുഞ്ഞുകുട്ടികളടക്കം, ഈ അച്ഛന്റെ തോളിലേറി ഇവിടേക്ക് എത്തിയ കുഞ്ഞുകുട്ടിയടക്കം, അങ്ങനെ പ്രായത്തിന്റെ നാനാ വിധത്തിൽപ്പെട്ടവർ ഇങ്ങനെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. ആകാലവൃത്തം ജനങ്ങളും ഇങ്ങനെ ഒഴുകിയെത്തുന്നതിന് ഒരേ ഒരു കാരണം, അത് വി എസ് എന്ന ആ 2 അക്ഷരം മാത്രമാണ്. ആ നേരത്തെ പാർട്ടിയുടെ വേലിക്കെട്ടുകളുടെ എല്ലാ എതിർവരുപ്പുകളും പൊളിച്ചെഴുതിക്കൊണ്ട് വി എസ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതിന്റെ നേർസാക്ഷ്യമാണിത്. ഇത് CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സംഘടനാ സംവിധാനത്തിനപ്പുറം ഒരു ജനത, ഒരു സമൂഹം ഇവിടേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വി എസ് എന്ന് പറയുന്ന ആശയത്തെ, വി എസ് എന്ന് പറയുന്ന ആ മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന വലിയ ബാഹുല്യം, ജനബാഹുല്യത്തിന്റെ നേർസാക്ഷ്യമായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം മണിക്കൂറുകളായി 5 മണിക്ക് ഇവിടേക്ക് എത്തുമെന്നാണ്, കാവനാട് 5 മണിക്ക് എത്തുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ആ സമയക്രമം എല്ലാം അതിക്രമിച്ചിരിക്കുന്നു. സമയത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും മാറിയിരിക്കുന്നു. സമയം ഏതാണ്ട് 4 മണിയോടടുക്കുന്നു. അപ്പോഴാണ് വി എസിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ചിന്നക്കടയിൽ എത്തി നിൽക്കുന്നത്. കാവനാടേക്ക് എത്താൻ ഇനിയും ഏകദേശം 10 മിനിറ്റോളം എടുക്കും.
എപ്പോഴേക്ക് എത്തിയതാ? നേരത്തെ ഈ VS-നെ കണ്ടിട്ടുണ്ടോ? VS-നെ ആദ്യമായിട്ട് ഇല്ല, കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടിട്ടില്ല. കാണുക എന്നുള്ളതാണ്. അതെ അതെ, VS കാണുക എന്നുള്ള ഇതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കണ്ടല്ലേ പറ്റൂ. തൊഴിലാളിക്ക് വേണ്ടി കഷ്ടപ്പെട്ട സഖാവാന്നുണ്ട്. അതിൻ്റെ കൊണ്ട് അത് കണ്ട എത്ര പാശ്ചാത്യായാലും കണ്ടിട്ടേ പോകാൻ മനസ്സനുവദിക്കത്തുള്ളൂ. ഇതാണ്, VS-നെ കണ്ടിട്ടേ മടങ്ങാൻ കഴിയൂ. VS-നെ കാണാതെ മടങ്ങാൻ ഇവർക്കാർക്കും കഴിയില്ല. അതിന് ഒരേ ഒരു കാര്യം, VS ഇവർക്കൊക്കെ ആരായിരുന്നു എന്നുള്ളതാണ്. രാത്രിയിൽ ഉറക്കമുളച്ച് എനിക്കെന്ന് കാണാൻ വേണ്ടിയ ഒരു സഖാവായിരുന്നു, അത് പോരാടിയ ഒരാളാണ്. അത് ഉറക്കമുളച്ചാൽ ഞങ്ങൾ കാണാൻ വേണ്ടി ഒരുപാട് വേദനയാണ്. വേദന എന്ന് പറഞ്ഞാൽ പോരാ, ഞങ്ങളുടെ ഉള്ളിൽ സങ്കടത്തോടെ ഹൃദയം പൊട്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മൾ പത്തനംതിട്ടയിലെ എഴുമറ്റൂർ ഏരിയ കമ്മിറ്റിയുടെ ഇത് ഇവിടേക്ക് എത്തിയത് എപ്പോഴാണ്? ഞങ്ങൾ വന്നിട്ട് ഒരു 2 മണിക്കൂർ മേളിലായി. അങ്ങനെ ഓരോ സമയക്രമത്തിലും വരുന്നവരുണ്ട്. 2 മണിക്കൂർ പിന്നിട്ട്, 3 മണിക്കൂർ പിന്നിട്ട്, 1 മണിക്കൂറൊക്കെ പിന്നിട്ട് VS-നെ കാണാൻ എത്തുന്നവരുണ്ട്. ഉറക്കം ഈ കൺപോളയിലുണ്ട്. പക്ഷേ ആ ഉറക്കത്തിന്റെ ലാഞ്ചന ഏതുമില്ലാതെ VS-നെ കണ്ടേ മടങ്ങൂ എന്നുള്ളതാണ്. കാരണം ഈ കുഞ്ഞു പ്രായത്തിലടക്കം VS എന്ന് പറയുന്ന അക്ഷരം അവരെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. VS അത്രത്തോളം മനുഷ്യരുടെ ഇടയിലേക്ക്, ഓരോ കുഞ്ഞു കുട്ടികളുടെ ഇടയിലേക്കും, കേട്ടുപരിചരിച്ച ഓരോ മുഖങ്ങൾക്കിടയിലേക്കും VS അങ്ങനെ ആഴ്ന്നിറങ്ങുകയാണ്. നമ്മൾ ഈ കാണുന്ന ഈ ജനക്കൂട്ടം, അത് ഓരോ ഇടത്തും, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയതാ കൊല്ലത്തിന്റെ മടിത്തട്ടിലേക്ക് എത്തുമ്പോഴും VS-നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ ഇങ്ങനെ ആർത്തലച്ച് മുദ്രാവാക്യം വിളിക്കുക. മണിക്കൂറുകളായി മുദ്രാവാക്യ വിളികൾ തുടരുകയാണ്. പക്ഷേ അവരാരും ക്ഷീണിക്കുന്നില്ല. അതിന്റെ ഒരേ ഒരു കാരണം, അവരുടെ ഉള്ളിലെ ഊർജം അത് VS പകർന്നു നൽകിയതാണ്. പോരാട്ടത്തിന്റെ വേദികളിൽ അത് ഈ അടിമകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം, അത് പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം, അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടിയുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ VS നൽകിയ ഊർജമുണ്ട്. ആ ഊർജമാണ് അവർ ആവർത്തിച്ച് വിളിക്കുന്നത്. ഇവരാരും ഈ ഇടനെഞ്ചിൽ കൈവച്ച് മുഷ്ടി ചുരുട്ടി ഉറക്കെ വിളിക്കുന്നത് കണ്ണേക്കരളെ VS എന്നാണ്. ആ കണ്ണേക്കരളെ VS എന്ന് വിളിക്കാനുള്ള ഒരേ ഒരു കാര്യം, VS അവർക്കൊക്കെ അത്രത്തോളം പ്രിയപ്പെട്ടതായതുകൊണ്ടാണ്, അവർക്ക് അത്രത്തോളം ആഴത്തിൽ ബന്ധമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് VS കൂടുതൽ ഇത്രയും കരുത്തനാകുന്നത്, VS ഇത്രയും ശക്തനാവുന്നതും അതുകൊണ്ടാണ്. ഈ ജീവിച്ചിരുന്ന VS-നേക്കാൾ മരിച്ച VS ആണ് കൂടുതൽ കരുത്തരം തോന്നിപ്പിക്കുന്നതാണ് ഈ ജനസമൂഹം. കാരണം ഓരോ ഇടങ്ങളിലും ഒരാടെയും ആഹ്വാനമില്ലാതെ ഇറങ്ങി വന്ന ഈ പാതിരാത്രിയിലും ഈ പുലർച്ചയിലും അടക്കം ഈ ജനം ഇങ്ങനെ ആർത്തളിച്ച് വിളിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അത് പ്രായവ്യത്യാസമില്ലാതെ ജനം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോകുൽ, എന്താണ് ഇവിടെ നിന്ന് പറയേണ്ടതെന്നറിയില്ല. കാരണം ജനം അത്രയും VS-നെ ഓരോ ഇടങ്ങളിലും സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ ഒരേ ഒരു വികാരമായി നിൽക്കുന്ന ഒരേ ഒരു പേര് അത് VS ആയിരിക്കും. സമീപകാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവിന് ലഭിച്ച ഏറ്റവും വലിയ യാത്രയയപ്പ് കൂടിയാണ് VS ലഭിക്കുന്നതെന്ന കാര്യത്തിൽ കൂടി സംശയമില്ല.